ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഗഗനി വാവ ഇവിടെ വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ചേട്ടന് ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളും ചെറിയ രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട്. എനിക്കും ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ. സർജറീൻ്റെ കഴിഞ്ഞിട്ടുള്ള ഒരു ഇതൊക്കെ ആയതുകൊണ്ട്, റെസ്റ്റൊക്കെ ആയതുകൊണ്ട് ഞാനും ഇങ്ങനെ ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല. പിന്നെ എനിക്കൊരു പനിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ആകെ ടെൻഷനായി കേട്ടോ. അവർക്കൊരു പനിയോ ജലദോഷമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറങ്ങാനേ ആവില്ലല്ലോ. അതായത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഏറ്റുമാനൂരൊക്കെ പോയായിരുന്നു. ഹോസ്പിറ്റലിൽ പോയ വഴിക്ക് പോയതാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോ എല്ലാം കൊണ്ടാണ് ഞാൻ ഈ ഇടുന്നത് കേട്ടോ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനായിരിക്കും. ഉറങ്ങാനും ആവില്ല, കിടക്കാനും ആവില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇവരെ നോക്കി ഇങ്ങനെ ഇരിക്കണം. മറ്റുള്ള കുട്ടികളെ പോലെ അല്ലല്ലോ ഇവർ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയില്ലല്ലോ. നമ്മളെല്ലാം പുറത്ത് വരുന്നിടം വരെ അത് മനസ്സിലാക്കി എടുക്കണം. എന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. ഒന്നും പറയത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഇവരെ പോലുള്ള പിള്ളേരെ നോക്കുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ കേട്ടോ. നമ്മൾ അനുഭവിക്കുന്ന എത്രത്തോളം വലുതാണെന്ന് അത് നമുക്ക് പറഞ്ഞാലൊന്നും മനസ്സിലാവുന്ന ഒരു ബുദ്ധിമുട്ടല്ല. നോർമൽ കുട്ടികൾ പേരൻസിന് തന്നെ മനസ്സിലാക്കാവുന്നുള്ളതേ ഉള്ളൂ. പിന്നെ അവരും പിള്ളേരെ വളർത്തുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു അസുഖമൊക്കെ ആകുമ്പോൾ അടിക്കുന്ന ടെൻഷൻ അറിയാമല്ലോ. അപ്പം പിന്നെ ഇവരെ പോലുള്ളവർക്ക് എന്തെങ്കിലും ഒരു അസുഖവും കൂടെ വന്നു കഴിഞ്ഞാലുള്ള മാനസികാവസ്ഥ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന കാര്യമല്ല കേട്ടോ. അല്ല, ചെറിയ ഇതിലെ വീഡിയോ ആണ് കേട്ടോ. അന്നൊന്നും നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രത്തോളം വലിയൊരു ഇതിലേക്ക് പോകുന്നൊന്നും നമ്മൾ അന്നൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുഞ്ഞു പിള്ളേർ വർത്താനം പറയുന്ന പോലൊക്കെ സൗണ്ട് ആക്കുകയും അവർ ചുണ്ടൊക്കെ നമ്മളോട് വർത്താനം പറയുന്ന പോലെ അങ്ങനെ ആക്കുകയും എല്ലാം ചെയ്യുമായിരുന്നുള്ളൂ. അതെല്ലാം പോയി. അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റുന്നേ ഇല്ലായിരുന്നു. അന്നൊന്നും ഈ ഒരു ലെവലിലേക്ക് നമ്മൾ പോകുന്നൊന്നും ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്ത് പറയാനാണ്, അതിനെപ്പറ്റിയൊന്നും നമ്മളധികം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഗഗനി വാവേൻ്റെ ഈ ചാനലും കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും എല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരോടും ഒന്ന് പറഞ്ഞിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരോടും ഒന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനാവുള്ളൂ കേട്ടോ. എന്തെങ്കിലും ഇതിൽ നിന്നൊരു വരുമാനം കിട്ടിയെങ്കിൽ അവളുടെ ട്രീറ്റ്മെൻറ്റിനും അവളുടെ കാര്യത്തിന് ഉപയോഗിക്കാമെന്ന് കരുതിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയേക്കുന്നത് കേട്ടോ. അല്ലാണ്ട് നിങ്ങളോട് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും 100% സത്യസന്ധമായി തന്നെയായിരിക്കും ഞാൻ പറയുന്നത്. ഇതൊന്നും മാറ്റി പറയുന്ന ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.